നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ നിപ്പിൽ മലക്കം മറിയാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്ക് പ്രത്യേക പരിശീലന ക്ലാസിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളത് ഇന്നത്തെ ഒരു സംഭവത്തോടു കൂടി തന്നെ മനസ്സിലായതാണ്. ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദത്തിൽ അകപ്പെട്ടു പോയ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇന്ന് വേദി പങ്കിട്ടത് മറ്റാരുമല്ല, മന്ത്രി വി ശിവൻകുട്ടിയാണ്. ഇത്രയും കാലം രാഹുലിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കടന്നാക്രമിച്ച ശിവൻകുട്ടി ഇന്ന് അതിൻ്റെ ഒന്നും തന്നെ മുഖത്ത് പ്രശ്നമില്ലാതെ രാഹുലുമായി വേദി പങ്കിട്ടു. എന്നാൽ സംഗതി പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ ടേൺ അടിച്ച് മലക്കം മറിഞ്ഞ് മറ്റൊരു പോസ്റ്റുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകാൻ വേണ്ടി തന്നെയാണ് MLA മാങ്കൂട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെ കൊണ്ടാവും വിധം എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായി അദ്ദേഹം എത്താറുണ്ട്. അതോടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനായി തനിക്ക് മേൽ ചുമത്തിയ കേസുകൾ ആവിയാകുമെന്ന് രാഹുലിന് വ്യക്തമായി അറിയാം. നിലവിൽ BJP മാത്രമാണ് ബഹിഷ്കരണവുമായി രംഗത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു BJP കൗൺസിലർ വേദി വിട്ടിറങ്ങിപ്പോയത് നമ്മളേവരും കണ്ടതാണ്. പക്ഷേ ആ വേദിയിൽ മന്ത്രിമാരുൾപ്പെടെ ഉപവിഷ്ടരായിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള എതിർപ്പുകൾ പുകയുന്ന ഘട്ടത്തിൽ പോലും രാഹുൽ ഇതൊന്നും തന്നെ ഗൗനിക്കാതെ തൻ്റെ പണി വൃത്തിയായി വെടിപ്പായി ചെയ്യുകയാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്കും MP രാജേഷിനുമൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി പങ്കിട്ടത്. അതിൽ കടുത്ത വിമർശനം സോഷ്യൽ മീഡിയയിലൂടെ പലരും ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുലിനൊപ്പം വേദി പങ്കിട്ടതിൽ എന്ത് പ്രശ്നമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് ചോദിച്ചത്. പക്ഷേ സംഗതി വശക്കേടാണെന്ന് MV ഗോവിന്ദന്റെ മാസ്റ്റർ ക്ലാസ് കൂടി കിട്ടിയപ്പോൾ പാർട്ടി തന്നെ ഇടപെട്ട് തിരുത്തിയതോടെ ഫേസ്ബുക്കിലൂടെ തിരുത്തൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഗർഭഛിദ്ര ആരോപണമടക്കം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി പാലക്കാട് വേദി പങ്കിട്ടതിൽ യാതൊരു പ്രശ്നവും തോന്നുന്നില്ലെന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി രാഹുലിനെ തടയില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ലെന്നുമായിരുന്നു പറഞ്ഞത്. ആരോപണം നേരിടുന്ന വ്യക്തിക്കൊപ്പം വേദി പങ്കിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP കൗൺസിലർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഏവരും കണ്ടിരുന്നു. വിമർശനം ഉയർന്നതോടെയാണ് സംഗതി വശക്കേടെന്ന് പിടികിട്ടിയതോടെയാണ് മന്ത്രി തിരുത്തലായി എത്തിയത്. രാഹുൽ അവിടുത്തെ MLA ആണ്. അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. രാഹുലിനെ തടയില്ലെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചു. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. കേസന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, കോടതി ശിക്ഷിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തിയെ മാറ്റി നിർത്തുകയോ പരിപാടിയിൽ പേര് വയ്ക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ അന്തസ്സിന് നിരക്കുന്നതല്ല. UDF ആണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നു. എന്തോ ഒരു കാര്യത്തിന് എനിക്ക് നേരെ ഇപ്പോഴും കരിങ്കൊടി കാണിക്കുന്നു. മന്ത്രി വാസവൻ രാജിവെക്കണമെന്ന് പറയുന്നു. ആവർത്തിച്ച് പറഞ്ഞ് രാജിവെക്കണമെന്നതിന് വിലയില്ലാതായി മാറി. രാഹുലിനെ വേണമെങ്കിൽ പങ്കെടുപ്പിക്കാതിരിക്കാം, പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ മാന്യത കാണിക്കുക എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. BJP കൗൺസിലർ ഇറങ്ങിപ്പോയത് അവരുടെ പാർട്ടിയുടെ തീരുമാനമായിരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ തൻ്റെ നിലപാട് വ്യക്തമാക്കിയ മന്ത്രി പാർട്ടിക്ക് വഴങ്ങി മറ്റൊരു തിരുത്തൽ പോസ്റ്റുമായി പിന്നീട് രംഗത്ത് വന്നു. വിഷയത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗൗരവത്തോടെ കാണുന്നതെന്നാണ് ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു വ്യക്തി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ വലിയൊരു സമൂഹം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയുടെ, പ്രത്യേകിച്ച് ശാസ്ത്രരംഗത്തെ വിദ്യാർത്ഥികളുടെ മുന്നേറ്റം ലക്ഷ്യമിടുന്ന ഒരു പരിപാടിയുടെ വേദിയിലെത്തിയത് ഉണ്ടാക്കുന്ന അതൃപ്തിയും ആശങ്കകളും മനസ്സിലാക്കുന്നുവെന്നും ഇത്തരം വിവാദങ്ങൾക്ക് ഇടവരുത്തുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് യോജിച്ചതല്ലെന്നാണ് ശിവൻകുട്ടിയുടെ മലക്കം മറിച്ചിൽ. ഒരു ജനപ്രതിനിധിയെ നിയമപരമായി വേദിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പാലിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വവും മാന്യതയും ഓരോ വ്യക്തിയും സ്വയം പാലിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ നിലവിൽ അന്വേഷണത്തിലാണ്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. എന്നാൽ പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് മാതൃകയാകേണ്ട വേദികളിൽ ആരോപണ വിധേയരായ വ്യക്തികൾ സ്വയമേ വിട്ടുനിൽക്കുന്നതാണ് ഉചിത നിലപാടെന്ന് ഈ സർക്കാർ വിശ്വസിക്കുന്നു. ഭാവിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളിൽ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ആത്മവിശ്വാസത്തെയും ധാർമ്മിക ചിന്തകളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം നൽകുമെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ ഈ സർക്കാർ എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. നേരത്തെ മാധ്യമങ്ങളിലൂടെ ശിവൻകുട്ടി നിലപാട് വ്യക്തമാക്കിയപ്പോൾ കോൺഗ്രസും അതുപോലെ VD സതീശനും നിലപാട് തിരുത്തണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയയിൽ രാഹുലിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന വേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു അപ്രഖ്യാപിത വിലക്ക് നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.